Hello everyone. Today we are discuss about company meetings. കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പനി മീറ്റിംഗ്സിൻ്റെ അജണ്ട അതുപോലെ കോറം ചെയർപേഴ്സൺ വരെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുള്ളായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റെസൊല്യൂഷൻ. Decisions are taken by directors by passing resolution on matters presented before them for consideration. അതായത് ഏതൊരു മാറ്റേഴ്സും അത് കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഡയറക്ടേഴ്സ് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. അതായത് എന്തിൻ്റെ മുകളിലാണ് ഡിസിഷൻ എടുക്കണമെങ്കിലും ഡയറക്ടേഴ്സ് എടുക്കുന്ന ഡിസിഷനിൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് വോട്ടിംഗ്. Unless the articles otherwise provides, question arising at the meeting of the board director shall be decided by the single majority. നമുക്കറിയാം വോട്ടിംഗ് എന്ന് പറയുന്നത് അതായത് മെജോറിറ്റീൻ്റെ ബേസിസിലായിരിക്കും അവിടെ ഡിസിഷൻസ് എടുക്കുക. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിലും എന്തുണ്ട്, വോട്ടിംഗ് പവേഴ്സ് ഉണ്ട്. അപ്പോൾ വോട്ടിംഗ് എന്ന് പറയുമ്പോൾ അവരവിടെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി സിംഗിൾ മെജോറിറ്റീൻ്റെ ബേസിസിലാണ് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത്. ഈച്ച് ഡയറക്ടർ ഹാസ് വൺ വോട്ട് ഫോർ ഈച്ച് റെസൊല്യൂഷൻ. ഓരോ റെസൊല്യൂഷനും ഓരോ ഡയറക്ടർക്കും ഒരു വോട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ആ വോട്ട് അവർ ചെയ്യുന്നത് മീറ്റിങ്ങിൻ്റെ ടൈമിലായിരിക്കും വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇനി ഏതൊക്കെ ഡിസൈഡ് ചെയ്യുമ്പോഴാണ്, ഏതൊക്കെ മാറ്റേഴ്സിലാണ് ഇവർ വോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഇഷ്യൂ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. സെക്കൻഡ് വൺ മേക്ക് കാൾസ് ഓൺ ഷെയർസ്, അതായത് ഷെയർ കോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. തേർഡ് വൺ ഫോർഫീറ്റ് ദി ഷെയർ ഫോർഫീറ്റ് ചെയ്യണത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ദി ഷെയർ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. അതുപോലെ ഫിക്സ് ദി റേറ്റ് ഓഫ് ഡിവിഡൻറ്റിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത്. ടേക്ക് ലോൺ ഇൻ അഡീഷൻ ടു ഡിബഞ്ചേഴ്സിന് പുറമെ അഡീഷണൽ ലോൺസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ. ഇൻവെസ്റ്റ് ദി വെൽത്ത് ഓഫ് ദി കമ്പനിയുടെ വെൽത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ. ഡിറ്റർമൈൻ ദി പോളിസീസ് ഓഫ് ദി കമ്പനി പോളിസീസൊക്കെ ഡിറ്റർമൈൻ ചെയ്യേണ്ട കേസിൽ. ഇത്രയും കേസിലാണ് വോട്ടിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഏതൊരു കേസ് എടുക്കുകയാണെങ്കിലും വോട്ടിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മിനിറ്റ്സ് ഓഫ് ദി ബോർഡ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് എന്തൊക്കെയാണ്? As per section 118, every company must maintain minutes of all proceedings of every meeting of its board of directors in the book kept for the purpose within 30 days of the conclusion of such a method. അതായത് മിനിറ്റ്സ് ഓഫ് ദി മീറ്റിങ്ങിൽ പറയുന്നത് ഏതൊരു കമ്പനിയും ആ ഒരു കമ്പനിയുടെ എല്ലാ പ്രൊസീഡിങ്സും അനുസരിച്ചിട്ടുള്ള ഒരു മിനിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതെപ്പോഴും കമ്പനിയുടെ ഏതൊരു മീറ്റിങ്ങിൻ്റെയും എല്ലാ പ്രൊസീഡിങ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ബുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇവിടെ എങ്ങനെയായിരിക്കണം, 30 days ഓഫ് ദി കൺക്ലൂഷൻ ഓഫ് സച്ച് മീറ്റിംഗ്. ആ ഒരു മീറ്റിങ്ങിൻ്റെ 30 daysൻ്റെ ഉള്ളിൽ തന്നെ ഇവരെന്ത് മിനിറ്റ്സിൽ എല്ലാ പ്രൊസീഡിങ്സും കൊണ്ടുവരണം. അതുപോലെ മിനിറ്റ്സ് ഓഫ് ഈച്ച് ബോർഡ് മീറ്റിംഗ് മസ്റ്റ് കണ്ടെയ്ൻ എ ഫെയർ ആൻഡ് കറക്റ്റ് സമ്മറി ഓഫ് ദി പ്രൊസീഡിങ്സ് ഇൻക്ലൂഡിങ് ഓൾ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഫീസേഴ്സ് ഓൾസോ. ഈ ഒരു മിനിറ്റ് ബുക്കിൽ തന്നെ അവരുടെ ഒരു കമ്പനിയുടെ ഓഫീസേഴ്സിനൊക്കെ അപ്പോയിൻമെൻറ്റ് നടത്തുക. അതുപോലെ ഏതൊരു മീറ്റിംഗ് നടക്കുകയാണെങ്കിലും അതിന് ഫെയർ ആയിട്ടുള്ള രീതിയിലും അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൻ്റെ ഒരു സമ്മറി എന്നുള്ള രീതിയിലും ആയിരിക്കണം ഈ മിനിറ്റ്സ് രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ ഇറ്റ് കണ്ടെയ്ൻസ് ദി നെയിംസ് ഓഫ് ഡയറക്ടേഴ്സ് പ്രസൻറ്റ് അറ്റ് ദി മീറ്റിംഗ്. ഇവിടെ മീറ്റിങ്ങിൻ്റെ അതായത് ഈ പ്രസൻറ്റ് മീറ്റിങ്ങിൽ തന്നെ ഈ ഡയറക്ടേഴ്സിൻ്റെ നെയിംസൊക്കെ ഈ ഒരു മിനിറ്റ്സ് ബുക്കിലുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ മിനിറ്റ്സ് ബുക്ക് കുടുംബശ്രീയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിലും ഈ ഒരു മിനിറ്റ്സ് ബുക്ക് അതിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്യണം. ഈ റെക്കോർഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മിനിറ്റ്സ് ബുക്ക് മാറ്റി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കമ്പനിയുടെ ചെയർമാൻ ഓഫ് ദി മീറ്റിംഗ് ഹാസ് ദി ഡിസ്ക്രിഷണറി പവേഴ്സ് ടു ഇൻക്ലൂഡ് ഓർ നോട്ട് ടു ഇൻക്ലൂഡ് എനി മാറ്റർ ഇൻ ദി മിനിറ്റ്സ് വിത്ത് സഫിഷ്യൻറ്റ് റീസൺ. അതായത് അയാളെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള റീസൺ കാരണം ഇൻക്ലൂഡ് ചെയ്യണോ ചെയ്യണ്ടേന്നൊക്കെ തീരുമാനിക്കാനും പറ്റും. ഈ ഒരു മിനിറ്റ്സ് ബുക്കിലാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നത്. നെക്സ്റ്റാണ് സെക്രട്ടറി ഡ്യൂട്ടീസ് റിഗാർഡിംഗ് ദി ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിങ്ങിൽ സെക്രട്ടറി ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? അതായത് 3 ഡ്യൂട്ടീസ് ആയിട്ടാണ് വരുന്നത്. ബിഫോർ ദി മീറ്റിംഗ്, അതുപോലെ അറ്റ് ദി മീറ്റിംഗ് ആൻഡ് ആഫ്റ്റർ ദി മീറ്റിംഗ്. 3 ഡ്യൂട്ടീസ് ആയിട്ടാണ് സെക്രട്ടറീസിന് ഡ്യൂട്ടീസ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിഫോർ ദി മീറ്റിങ്ങിന് മുന്നേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ദ സെക്രട്ടറി ഷാൾ പെർഫോം ദി ഫോളോയിങ് ഡ്യൂട്ടീസ് ബിഫോർ എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിന് മുന്നേ തന്നെ ഈ ഒരു ഡയറക്ടേഴ്സ് പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടീസാണ്.
ടു ഗീവ് എ നോട്ടീസ് ഓഫ് ദി മീറ്റിംഗ് ടു ഈച്ച് ഓഫ് ദി ഡയറക്ടർ. ആ മീറ്റിംഗ് കമ്പനിയുടെ ഓരോ ഡയറക്ടർക്കും നോട്ടീസ് കൊടുക്കുക. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ഒരു സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. രണ്ടാമതായിട്ട് വരുന്നതാണ് ടു പ്രിപ്പയർ ആൻഡ് സർക്കുലേറ്റ് ദി അജണ്ട ഫോർ ദി മീറ്റിംഗ്. മീറ്റിങ്ങിന് വേണ്ട അജണ്ട, ഈ ഒരു മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് ഉൾപ്പെടുത്താത്തത്, അത് പ്രിപ്പയർ ചെയ്യലാണ് രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടു ഹാവ് അവൈലബിൾ അറ്റ് ദി മീറ്റിംഗ് ഡോക്യുമെൻറ്റ്സ്, റെക്കോർഡ്സ്, കറസ്പോണ്ടൻസ് എക്സെട്ര വിത്ത് റെഫറൻസ് ടു ദി അജണ്ട. അജണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള മീറ്റിംഗ് ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ റെക്കോർഡ്സ്, കറസ്പോണ്ടൻസ് ഒക്കെ മീറ്റിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നതാണ് ടു മേക്ക് ഓൾ അതർ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദി മീറ്റിംഗ്. വേറെ എന്തൊക്കെ മീറ്റിങ്ങിന് വേണം, ഒരു മീറ്റിംഗ് തുടങ്ങാൻ വേണ്ടി വേറെ എന്തൊക്കെ വേണം, എല്ലാ അറേഞ്ച്മെൻറ്റും നടത്തുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു ഇഷ്യൂ ഇൻവിറ്റേഷൻ ലെറ്റർ ടു ദി ഓഡിറ്റേഴ്സ്, സോളിസിറ്റേഴ്സ് ആൻഡ് അതർ ഓഫീസേഴ്സ് ഓഫ് ദി കമ്പനി ഹോസ് പ്രസൻറ്റ് മേ ബി ദി നെസസറി അറ്റ് ദി മീറ്റിംഗ്. അതായത് ഇൻവിറ്റേഷൻ കൊടുക്കുക ഓഡിറ്റേഴ്സിന്, അതുപോലെ കമ്പനിയുടെ ആവശ്യമായിട്ടുള്ള സോളിസിറ്റേഴ്സ്, ഓഫീസേഴ്സിനൊക്കെ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുക, ഇങ്ങനെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ള അറിയിച്ചുകൊണ്ട്. നെക്സ്റ്റ് പറയാം. അപ്പോൾ ഇത്രയാണ് ബിഫോർ ദി മീറ്റിങ്ങിൽ ഒരു ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി അറ്റ് ദി മീറ്റിംഗ് സമയത്ത് എന്തൊക്കെയാണ് ഇവർക്ക് വേണ്ട ഡ്യൂട്ടീസ്? ടു അറ്റൻഡ് ദി മീറ്റിംഗ് ആൻഡ് അസിസ്റ്റ് ദി ചെയർമാൻ ഇൻ ഇറ്റ്സ് കണ്ടക്റ്റ്. അതായത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, അതുപോലെ തന്നെ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയർമാനെ അസിസ്റ്റും ചെയ്യണം. രണ്ടാമതെന്ന് പറയുന്നത് ടു സെക്യൂർ സിഗ്നേച്ചർ ഓഫ് ദി ഡയറക്ടേഴ്സ് പ്രസൻറ്റ് ഇൻ ദി അറ്റൻഡേഴ്സ് രജിസ്റ്റർ. ഇവിടെ ആരൊക്കെ ഡയറക്ടേഴ്സ് പങ്കെടുത്തിട്ടുണ്ട് മീറ്റിങ്ങിൽ, അത് അറ്റൻഡൻസ് രജിസ്റ്ററിൽ അവർ സെക്യൂർ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയും ടു അസർട്ടൈൻ ദി കോറം ആൻഡ് ഇൻഫോം ഇറ്റ് ടു ദി ചെയർമാൻ. ഇവിടെ എന്ത് ചെയ്യാണ്? കോറം അസർട്ടൈൻ ചെയ്യണം, പോലെ ഇത് ചെയർമാനെ ഇൻഫോം ചെയ്യും വേണം. നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയും ടു റീഡ് ദി നോട്ടീസ് ഓഫ് ദി മീറ്റിംഗ് ഇഫ് റിക്വയർഡ്. അതായത് നോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള, അതായത് മീറ്റിങ്ങിൻ്റെ നോട്ടീസ് ഉണ്ടായിരിക്കും, അത് ആവശ്യമാണെങ്കിൽ അത് വായിക്കുക, അത് വായിച്ച് മനസ്സിലാക്കുക. ഇനി ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ആഫ്റ്റർ ദി മീറ്റിങ്ങിൽ സെക്രട്ടറീസിന് എന്തൊക്കെ ഡ്യൂട്ടീസാണ്? ടു പ്രിപ്പയർ മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് ആൻഡ് കീപ് ദം റെഡി ഫോർ അപ്രൂവൽ അറ്റ് ദി നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ്. അതായത് ഇവരെന്ത് ചെയ്യണം? മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ബുക്ക് പ്രിപ്പയറും ചെയ്യണം, അതുപോലെ തന്നെ അത് അപ്രൂവൽ ചെയ്യും വേണം. നെക്സ്റ്റ് ബോർഡ് മീറ്റിങ്ങിന് അപ്രൂവൽ ആവാൻ വേണ്ടിയിട്ട് റെഡിയാക്കും വേണം. രണ്ടാമതായിട്ട് ചെയ്യണത് ടു ടേക്ക് സ്റ്റെപ്സ് ടു ക്യാരി ഔട്ട് ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ഡയറക്ടേഴ്സ് മീറ്റിംഗ്. അതായത് ഡയറക്ടേഴ്സ് മീറ്റിങ്ങിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റെപ്സും, അതിന് വേണ്ട നെസസറി സ്റ്റെപ്സ് ഒക്കെ എടുക്കുകയാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയും ഇഫ് ഡിവിഡൻഡ് ഈസ് ഡിക്ലെയർഡ്, ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, ഇഷ്യൂ ഓഫ് റൈറ്റ് ഷെയർസ് എക്സെട്ര ഡിസൈഡഡ് ആൻഡ് ഇൻഫോം ദി മാറ്റേഴ്സ് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത്, അതുപോലെ ന്യൂ ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്തത്, ന്യൂ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തത്, അതുപോലെ റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്തത്, അത് എത്രത്തോളം ഇഷ്യൂ ചെയ്യണം അതിനെ ഡിസൈഡ് ചെയ്യുക, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതിൻ്റെ മാറ്റേഴ്സൊക്കെ ഇൻഫോം ചെയ്യലും ഈ ഒരു മീറ്റിങ്ങിന് ശേഷം അവർ ചെയ്യേണ്ട ജോലികളാണ്. അപ്പോൾ ഇത്രയാണ് സെക്രട്ടറി ഡ്യൂട്ടീസ് റിഗാർഡിംഗ് ബോർഡ് മീറ്റിംഗ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മീറ്റിംഗ് ഓഫ് കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. ഈ മീറ്റിംഗ് ഓഫ് കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സിൽ 3 എണ്ണമാണ് വരുന്നത്. ഓഡിറ്റ് കമ്മിറ്റി, അതുപോലെ നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി, അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി. അങ്ങനെ 3 കമ്മിറ്റീസാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഓഡിറ്റ് കമ്മിറ്റി. സെക്ഷൻ 177 ഓഡിറ്റ് കമ്മിറ്റി പറയുന്നത്. ദ റിക്വയർമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദി ഓഡിറ്റ് കമ്മിറ്റി വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2010 കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും. ഈ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സെൽഫ് ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ്, അതുപോലെ ഫോർ ആൻ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻ പബ്ലിക് കമ്പനിയുടെ എഫിഷ്യൻറ്റും അതുപോലെ ഇഫക്റ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റ് സിസ്റ്റം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അവരുടെ ഫങ്ഷൻസ് ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതായത് അവർ നല്ല രീതിയിൽ ഫങ്ഷൻസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ കണ്ടക്ട് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ്, അല്ല ഒരു കമ്മിറ്റിയാണ്, രൂപീകരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓഡിറ്റ് കമ്മിറ്റി സെക്ഷൻ 177 സബ്സെഷൻ 1
അതുപോലെ സെക്ഷൻ 177 ഈ ഒരു ഓഡിറ്റ് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നത്. അതിൽ പറയുന്നതാണ് എവറി ലിസ്റ്റഡ് കമ്പനി ആൻഡ് എവറി പബ്ലിക് കമ്പനി ഹാവിങ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 10 crore rupees ഓർ മോർ. അതായത് ഏതൊരു കമ്പനിക്ക്, ഏതൊരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസോ അതുപോലെ തന്നെ ഏതൊരു പബ്ലിക് കമ്പനിക്കും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 crore കൂടുതൽ അല്ലെങ്കിൽ 10 crore rupeesോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ടാമതായിട്ട് പറയുന്നത് ഹാവിങ് എ ടേൺ ഓവർ ഓഫ് 100 crore rupees ഓർ മോർ. ടേൺ ഓവർ, കമ്പനിക്ക് കിട്ടുന്ന ടേൺ ഓവർ എന്ന് പറയുന്നത് 100 കോടി രൂപയിലേക്കാൾ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ 100 കോടി രൂപയോ ആണെങ്കിൽ അവർക്ക് ഒരു ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഹാവിങ് ആൻ അഗ്രിഗേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ഓർ ബോറോയിങ് ഓർ ഡിബഞ്ചർ ഓർ ഡെപ്പോസിറ്റ് എക്സീഡിങ് 50 crore. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് അല്ലെങ്കിൽ ബോറോയിങ് അല്ലെങ്കിൽ ഡിബഞ്ചർ ഡെപ്പോസിറ്റ് ഒക്കെ 50 crore കൂടുകയാണെങ്കിൽ അവർക്കും ഈ ഒരു ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നതാണ് സ്ട്രക്ചർ. ഓഡിറ്റ് കമ്മിറ്റിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് സെക്ഷൻ 177(2) പറയുന്നത്. ഓഡിറ്റ് കമ്മിറ്റി ഷാൾ കൺസിസ്റ്റ് ഓഫ് എ മിനിമം ഓഫ് 3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഫോമിങ് എ മെജോറിറ്റിൻ്റെ ബേസിസിൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ 3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് 5 ആൻഡ് such other class or classes of companies as may be prescribed shall constitute an audit committee. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ 5 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ അതർ ക്ലാസ് കമ്പനീസിലൊക്കെ ഈ ഒരു ഓഡിറ്റ് കമ്മിറ്റി ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മെജോറിറ്റി മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഇൻക്ലൂഡിങ് ഇറ്റ്സ് ചെയർപേഴ്സൺ ഷാൾ ബി പേഴ്സൺസ് വിത്ത് എബിലിറ്റി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ആ ഒരു ഓഡിറ്റ് കമ്മിറ്റിയിലുള്ള ചെയർപേഴ്സണിനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റീഡ് ചെയ്യാനും അതുപോലെ മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുന്ന ആളായിരിക്കണം. അതുപോലെ ഓഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി ആൻഡ് ദി കീ മാനേജർ പേഴ്സണൽ ഷാൾ ഹാവ് എ റൈറ്റ് ടു ബി ഹിയർഡ് ഇൻ ദി മീറ്റിംഗ് ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി. അതായത് കമ്പനിയിലെ ഓഡിറ്റേഴ്സിനും അതുപോലെ കീ മാനേജറിയൽ പേഴ്സണൽ, അതായത് ഡയറക്ടേഴ്സ്, മാനേജിങ് ഡയറക്ടേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, കമ്പനിയുടെ ഓഡിറ്റ് മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള അവകാശം അവർക്കുണ്ട്. അതുപോലെ തന്നെ ഷാൾ നോട്ട് ഹാവ് ദി റൈറ്റ് ടു വോട്ട്. അവർക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് പറയുന്നതാണ് ഫങ്ഷൻസ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സെക്ഷൻ 177(4) പറയുന്നത് എവറി ഓഡിറ്റ് കമ്മിറ്റി ഷാൾ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ടേംസ് ഓഫ് റെഫറൻസ് സ്പെസിഫൈഡ് ഇൻ റൈറ്റിംഗ് ബൈ ദി ബോർഡ് വിച്ച് ഷാൾ ഇന്റർ ആലിയ. അതായത് ഏതൊരു ഓഡിറ്റ് കമ്പനിക്കും കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അത് സ്പെസിഫൈ ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വൺ, ദ റെക്കമെൻഡേഷൻസ് ഫോർ അപ്പോയിൻമെൻറ്റ്, റെമ്യൂണറേഷൻ ആൻഡ് ടേംസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയിലെ ഓഡിറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ, അവരുടെ അപ്പോയിൻമെൻറ്റ്, അതുപോലെ അവരുടെ ഏത് ടേംസിലാണ്, എങ്ങനെയൊക്കെയാണ് അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്, അവരുടെ ക്വാളിഫിക്കേഷൻ, ആ കാര്യങ്ങളൊക്കെ അതൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഓഡിറ്റ് കമ്മിറ്റിയിലായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിവ്യൂ ആൻഡ് മോണിറ്റർ ഓഫ് ദി ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ് ആൻഡ് പെർഫോമൻസ് ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ഓഡിറ്റ് പ്രോസസ്. റിവ്യൂ ചെയ്യുകയാണ്, അതുപോലെ മോണിറ്റർ ചെയ്യുക. ഓഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും കമ്പനിയിലെ ഓഡിറ്റേഴ്സിൻ്റെ ഇൻഡിപെൻഡൻസ്, അതുപോലെ അവരുടെ പെർഫോമൻസും അവരുടെ ഇഫക്റ്റീവ്നെസ്സും ഒക്കെ, അവരെത്രത്തോളം നന്നായിട്ട് ഓഡിറ്റ് പ്രോസസ്സൊക്കെ ചെയ്യുന്നുണ്ട്, അത് റിവ്യൂ ചെയ്യലാണ് രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓഡിറ്റ് കമ്മിറ്റിയുടെ. തേർഡ് വൺ എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഓഡിറ്റേഴ്സ് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടായിരിക്കും, അത് എക്സാമിൻ ചെയ്യലാണ് നെക്സ്റ്റ് പറയുന്നതാണ് അപ്രൂവൽ ഓർ എനി സബ്സീക്വൻറ്റ് മോഡിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ഓഫ് ദി കമ്പനി വിത്ത് ദി റിലേറ്റഡ് പാർട്ടീസ്. അതായത് സബ്സീക്വൻറ്റ് മോഡിഫിക്കേഷൻ, എന്തെങ്കിലും കമ്പനിയുടെ ട്രാൻസാക്ഷനിലൊക്കെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ റിലേറ്റഡ് പാർട്ടിയായിട്ട്, അതൊക്കെ അതിന് അപ്രൂവൽ കൊടുക്കേണ്ടതും ആര് തന്നെയാണ്? ഈ ഒരു ഓഡിറ്റ് കമ്മിറ്റിയിലാണ്. അപ്പോൾ ഓഡിറ്റേഴ്സിനെ കുറിച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് പവേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റിയുടെ പവേഴ്സ് എന്തൊക്കെയാണ്? സെക്ഷൻ 177(4) പറയുന്നത് the audit committee may call for the comments of the auditors about internal control system. അതായത് ഓഡിറ്റ് കമ്മിറ്റിക്ക് എന്ത് ചെയ്യാം, അതായത് ഓഡിറ്റേഴ്സിൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ചിട്ട്, ഓഡിറ്റേഴ്സ് ചെയ്യുന്ന ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കാം. അതുപോലെ ഇൻക്ലൂഡിങ് ദി ഒബ്സർവേഷൻ ഓഫ് ദി ഓഡിറ്റേഴ്സ് ആൻഡ് റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്.
ബിഫോർ ദെയർ സബ്മിഷൻ ടു ദി ബോർഡ്. ബോർഡിൻ്റെ മുന്നേ അവർ ഫിനാൻഷ്യൽ ഓഡിറ്റേഴ്സ് അവർ എന്ത് ചെയ്യും, ഓഡിറ്റിംഗ് വർക്കൊക്കെ ചെയ്യും. അപ്പോൾ അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് റിവ്യൂ ചെയ്യുക, ഒബ്സേർവ് ചെയ്യുകയൊക്കെ ഈ ഒരു ഓഡിറ്റ് കമ്മിറ്റിയുടെ പവേഴ്സാണ്. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യും, ഡിസ്കസ് എനി റിലേറ്റഡ് ഇഷ്യൂസ് വിത്ത് ദി ഇൻറ്റേർണൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ആൻഡ് ദി മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. ഡിസ്കസ് ചെയ്യുകയാണ് ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ ഇൻറ്റേർണൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ്, കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിൻ്റെ ഒക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യലും ഈ ഒരു ഓഡിറ്റ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് മീറ്റിംഗ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് അൺലെസ് അതർവൈസ് റിക്വയർഡ് ദർ ഷാൾ ബി എ മിനിമം ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഓഡിറ്റ് കമ്മിറ്റി മീറ്റിംഗ് ഇൻ എ ഇയർ. ഒരു ഇയറിൽ ഒരു ഓഡിറ്റ് കമ്മിറ്റി മീറ്റിംഗ് എങ്കിലും ഒരു കമ്പനി നടത്തിയിട്ടുണ്ടായിരിക്കണം. അതായത് ഏതോ ലിസ്റ്റഡ് കമ്പനിക്കോ അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള കമ്പനിക്ക് ഒരു വർഷത്തിൽ ഒരു വട്ടമെങ്കിലും ഓഡിറ്റ് കമ്മിറ്റി മീറ്റിംഗ് കണ്ടെത്തിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി. സെക്ഷൻ 178 സെക്ഷൻ 178 രണ്ടാമത്തെ ഒരു കമ്മിറ്റിനെ കുറിച്ച് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഡിറ്റ് കമ്മിറ്റി ആയിരുന്നു, സെക്കൻഡ് പറയുന്നതാണ് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി. The constitution of the nomination and remuneration committee is as that of an audit committee. Committee consists of 3 or more non-executive directors, out of which not less than 1/2 shall be independent directors. ഈ ഒരു നോമിനേഷൻ അതുപോലെ റെമ്യൂണറേഷൻ കമ്മിറ്റിയിൽ 3 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ കൂടുതൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 1/2 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സും ഈ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കണം. ദ ചെയർപേഴ്സൺ ഓഫ് ദി കമ്പനി ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് എ മെമ്പർ ടു ദി നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി, ബട്ട് ഹി ഷാൾ നോട്ട് ചെയർ അറ്റ് സച്ച് എ കമ്മിറ്റി. അതായത് കമ്പനിയിലെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് എ മെമ്പർ ഓഫ് ദി നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി. കമ്പനിയിലെ ചെയർപേഴ്സൺ ഈ നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റിയിൽ മെമ്പറായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പക്ഷെ അവർക്കല്ല കമ്മിറ്റിയിലെ ചെയർ ആയിരിക്കില്ല. നെക്സ്റ്റ് പറയുന്നതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് റിലേഷൻഷിപ്പ് കമ്മിറ്റി. ഇത് മൂന്നാമത്തെ കമ്മിറ്റിയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി. According to this section, every company which has more than 1,000 shareholders, debenture holders, deposit holders and other security holders shall constitute a stakeholders relationship committee with a non-executive director as a chairperson. അതായത് ഈ ഒരു സെക്ഷൻ പ്രകാരം സെക്ഷൻ 178(15) പ്രകാരം ഏതൊരു കമ്പനിക്കും എന്ത് ചെയ്യാം, 1000 ഷെയർ ഹോൾഡേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനിക്ക് 1000 ഷെയർ ഹോൾഡേഴ്സും ഡിബഞ്ചർ ഹോൾഡേഴ്സും ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സും സെക്യൂരിറ്റി ഹോൾഡേഴ്സും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഷെയർ ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി ഫോം ചെയ്യാം. ഇവിടെ എന്തുണ്ടായിരിക്കണം, ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കണം ചെയർപേഴ്സൺ. അതുപോലെ അതർ മെമ്പേഴ്സ് ഡിസൈഡഡ് ബൈ ദി ബോർഡ്. ബാക്കിയുള്ള മെമ്പേഴ്സിനൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ബോർഡായിരിക്കും. വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഗീവൻസ് റിഡ്രസൽ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ദ ചെയർപേഴ്സൺ ഓഫ് എ കമ്മിറ്റി ഹാസ് എ റൈറ്റ് ടു അറ്റൻഡ് ദി ജനറൽ മീറ്റിംഗ്സ് ഓഫ് ദി കമ്പനിയിലെ ജനറൽ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഈ ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന 3 കമ്മിറ്റി എന്ന് പറയുന്നത്.